എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം? ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ജനാധിപത്യ ഗവൺമെന്റുകൾ പ്രധാനമായും ആ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് നിലകൊള്ളുന്നത്. ശക്തമായ വിമർശനം ഒരു ഗവൺമെന്റിന്റെ സുഗമമായ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഭരണഘടനയുടെ 19-ാം വകുപ്പ് ഇന്ത്യൻ പൗരന്മാർക്ക് മൗലികമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഇതിൽ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നതാണ്. എന്നാൽ ഇന്ന് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പല ആളുകളും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് മദ്രാസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ പേരിൽ മര്യാദയുടെ അതിരുകൾ മറികടക്കരുതെന്നാണ് മദ്രാസ് കോടതിയുടെ വിധി. മുഖ്യമന്ത്രി MK സ്റ്റാലിനും കുടുംബാംഗങ്ങൾക്കും ചില മന്ത്രിമാർക്കുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനു ക്രിമിനൽ നടപടി നേരിടുന്ന അണ്ണാ DMK നേതാവിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരി ഉപയോഗിച്ച വാക്കുകൾ വിധിയിൽ പരാമർശിക്കാൻ പോലും താല്പര്യമില്ലെന്നും അത്ര മോശമാണെന്നും ഹർജി തള്ളിയ ജസ്റ്റിസ് AD ജഗദീഷ് ചന്ദ്ര പറഞ്ഞു. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി ഹർജിക്കാരി സമർപ്പിച്ച മാപ്പപേക്ഷ ആത്മാർത്ഥതയോടെ അല്ലെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചു. തന്റെ പ്രസംഗത്തെ ന്യായീകരിക്കാനാണ് ഹർജിക്കാരി ശ്രമിക്കുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി. 2024 സെപ്റ്റംബർ 22-ന് സേലം ജില്ലയിലെ ആറ്റൂരിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് അണ്ണാ DMK വനിതാ വിഭാഗം സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി അമുത വിവാദ പരാമർശങ്ങൾ നടത്തിയത്. പൊതുസമാധാനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രസ്താവന നടത്തി എന്നതടക്കം 3 വകുപ്പുകളിൽ പോലീസ് കേസെടുത്തതോടെയാണ് മുൻകൂർ ജാമ്യം തേടി അമുത ഹൈക്കോടതിയിൽ എത്തിയത്. അപകീർത്തികരമായ പ്രസംഗം നടത്തിയെന്ന കേസിൽ നടി കസ്തൂരിക്ക് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി വിസമ്മതിച്ച കാര്യവും കോടതി പരാമർശിച്ചു.